ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് ഞാൻ അഭിയുടെ ക്ലാസ്സിലെത്തി. 1-ാം ക്ലാസ്സില്. എല്ലാ കുട്ടികളും സന്തോഷത്തോടെ ചോറുണ്ണുക. അഭി മാത്രം ഒരു മുട്ടയും പിടിച്ച് സങ്കടത്തോടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി മോനെ എന്ന്. അമ്മ, എനിക്ക് മുട്ട മാത്രമേ തന്നുള്ളൂ, കുറച്ച് പച്ചച്ചോറും. അഭി സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ അഭിയുടെ അമ്മയെ വിളിച്ചു. എന്തു പറ്റി, കറി വീട്ടിൽ വെച്ച് മറന്നുപോയോ എന്ന് ചോദിച്ചു. അപ്പൊ അഭിയുടെ അമ്മ പറഞ്ഞു, അവന് മുട്ട മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ കറിയാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത്, കറിയാക്കാൻ നേരം കിട്ടിയില്ല എന്ന്. പല വീടുകളിലും അമ്മമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായത്. കുഞ്ഞുങ്ങൾ ധൃതിയിട്ട് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങും. അവർക്ക് ഒരുക്കി വിടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതിനിടയിൽ കറി വെക്കുവാനും അത് ടിഫിനിൽ പൊതിഞ്ഞു കെട്ടി കൊടുക്കുവാനും നേരമില്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്. ടൈം മാനേജ്മെന്റ് ഒന്ന് കൃത്യമാക്കിയാൽ മതി അമ്മയുടെ ഭാഗം ശരിയാകാൻ. എന്നാൽ കുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും അവർക്ക് ഇഷ്ടമുള്ള കറികൾ കൊണ്ടുവന്നിട്ട്, കൊതിപ്പിക്കുന്ന കറികൾ കൊണ്ടുവന്നിട്ട് അത് കഴിക്കുന്നത് കാണുമ്പോ കുഞ്ഞുങ്ങൾക്ക് വിഷമം തോന്നും. കുഞ്ഞുങ്ങൾ എപ്പോഴും നോക്കുന്നത് അവനവന്റെ പാത്രത്തിലേക്കല്ല, നമ്മളെ പോലൊക്കെ തന്നെ മറ്റുള്ളവരുടെ കാര്യമാണ് കുഞ്ഞുങ്ങൾ നോക്കുന്നത്. കാരണം കുഞ്ഞുങ്ങള് നമ്മുടെ ചെറിയ പതിപ്പാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് രുചിയുള്ള ഭക്ഷണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്തുവിടാൻ ഓരോ പേരൻസും ശ്രദ്ധിക്കുക. നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോ എത്രയേറെ വിഭവങ്ങളാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒരു ഗസ്റ്റിനെ പരിഗണിക്കുന്നത് പോലെ നല്ല സന്തോഷത്തോടെ ആഹാരം ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തുവിടുക. അത് വളരെ പ്രധാനമാണ്. അതിനൊരു കാരണമുണ്ട്. കുട്ടി നമ്മളോടൊപ്പം ഇരുന്നാണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം കുട്ടി കഴിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ സ്കൂളിൽ എന്താണ് ചെയ്യുക? കുട്ടി ആഹാരം കഴിച്ച് തീരുന്നതിന് മുൻപ് ആരെങ്കിലും കളിക്കാൻ പോയാൽ കുട്ടി ആഹാരം ഉപേക്ഷിച്ചിട്ട് കളിക്കാൻ പോകും. അതിനൊരു പരിഹാരമേ ഉള്ളൂ, കുട്ടിക്ക് താല്പര്യമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നത്. നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ന്യൂട്രിയൻസ് ഉള്ള സ്വാദേറിയ ഫുഡ്. ഒരു കറിയാണെങ്കിലും മതി. അത് കുഞ്ഞിന് കൊടുത്തുവെന്ന് ഉറപ്പുവരുത്തുക.